प्यारे मित्रों, आज हम पढ़ेंगे कविता हताशा से एक व्यक्ति बैठ गया था। ये कविता लिखा है विनोद कुमार शुक्ल ने और इस कविता पर नरेश सक्सेना की टिप्पणी भी हमारा पाഠഭാग का भाग है। ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കവിതയാണ് ഇത്। आज के सामूहिक परिस्थिति में हमारी भीड़ भरी ज़िंदगी में व्यक्ति को मदद करने में हिचकते हैं। ഇന്നത്തെ സാമൂഹിക പരിസ്ഥിതിയിൽ വ്യക്തികൾ പരസ്പരം സഹായിക്കുന്നതിന് പോലും മടിച്ചു നിൽക്കുകയാണ്। മാനവീയത കേവലം പേരിന് മാത്രമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്। അത്തരം കാലഘട്ടത്തിൽ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന വിനോദ് കുമാർ ശുക്ലയുടെ കവിത ആനുകാലിക പ്രസക്തമാണ്। നമ്മുടെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ പരസ്പരം മനുഷ്യനെ തിരിച്ചറിയാനോ അവരുടെ വേദനകൾ തിരിച്ചറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കാനോ ഒരുപക്ഷെ നമുക്കിന്ന് സമയം ഇല്ല। അത്തരം ഘട്ടങ്ങളിൽ ഈ കവിതയുടെ വിഷയം വളരെയധികം ആനുകാലിക പ്രസക്തമാണ്। കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കി എങ്ങനെയൊക്കെയാണ് വ്യക്തികൾ പ്രയാസപ്പെട്ട് സമൂഹത്തിൽ ജീവിക്കുന്നത്, അവരെ സഹായിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടു। നമ്മുടെ കവിതയിലൂടെ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയിലൂടെ അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്ന കാര്യങ്ങളെ തൻ്റെ ടിപ്പണിയിലൂടെ വിവരിക്കുകയാണ് നരേഷ് സക്സേന ചെയ്യുന്നത്। ഇനി നമുക്ക് നരേഷ് സക്സേനയുടെ ടിപ്പണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം। നരേഷ് സക്സേന തൻ്റെ ടിപ്പണി എഴുതിയിരിക്കുന്നത് ഏത് കവിതയെ അടിസ്ഥാനമാക്കിയിട്ടാണ്? വിനോദ് കുമാർ ശുക്ലയുടെ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയെ അടിസ്ഥാനമാക്കിയിട്ടാണ്। ഇനി നമുക്ക് വിനോദ് കുമാർ ശുക്ലിൻ്റെ ടിപ്പണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം। पाഠഭാग का नाम है हताशा से एक व्यक्ति बैठ गया था। मैंने पहले ही बताया यह टिप्पणी विनोद कुमार शुक्ल की कविता के आधार पर नरेश सक्सेना लिखी गई है। हताशा से एक व्यक्ति बैठ गया था എന്ന കവിത എഴുതിയിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ലയാണ്। അദ്ദേഹത്തിൻ്റെ കവിതയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നരേഷ് സക്സേന ഈ ടിപ്പണി എഴുതിയിട്ടുള്ളത്। വരികളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം। विनोद कुमार शुक्ल अपनी मौलिकता के साथ साथ भाषा की अनखड़ता के लिए भी विख्यात है, किंतु इस कविता में मौलिक होने के साथ साथ ही वे काव्य शिल्प सिद्ध कवि की तरह भी दिखाई देते हैं। പ്രസിദ്ധ കവി വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിതയുടെ രണ്ട് പ്രത്യേകതകളാണ് ഇവിടെ നരേഷ് സക്സേന വർണ്ണിച്ചിരിക്കുന്നത്। അതിലൊന്ന് മൗലികത ഹെ ഓർ ദൂസര ഭാഷാ കി അൻഖടത ഹെ। മൗലികത എന്ന വാക്കിൻ്റെ അർത്ഥം തനിമ എന്നാണ്, കവിതയുടെ തനിമ നിലനിർത്തുന്ന കവി എന്നർത്ഥം। ഭാഷാ കി അൻഖടത എന്ന് പറഞ്ഞാൽ ഭാഷയുടെ ക്രമമില്ലായ്മ। ഈ രണ്ട് കാര്യങ്ങളിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു കവിയാണ് വിനോദ് കുമാർ ശുക്ൽ। അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നു। ഒന്ന് മൗലികത ഹോത്തി ഹെ ഉസ്കി കവിതാമേ ഓർ ഭാഷ അൻഖട ഹോത്തി ഹെ। എന്താണ് വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിതകളുടെ പ്രത്യേകത? വിനോദ് കുമാർ ശുക്ല की कविता में मौलिकता के साथ साथ भाषा की अनखड़ता भी हमें दिखाई पड़ती है। വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിതയിലൂടെ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയുന്നു? ഒന്ന് മൗലികത, കവിതയുടെ തനിമ, और दूसरा ഭാഷാ की अनखड़ता। ഈ രണ്ട് കാര്യങ്ങൾക്ക് വിഖ്യാത് പ്രസിദ്ധനായിട്ടുള്ള ഒരു കവിയാണ് ആര്? വിനോദ് കുമാർ ശുക്ല। किंतु എന്നാൽ इस कविता में मौलिक होने के साथ साथ ही वे काव्य शिल्प सिद्ध कवि के तरह भी दिखाई देती है। എന്നാൽ इस कविता में कौन सी कविता? हताशा से एक व्यक्ति बैठ गया था എന്ന കവിതയിലൂടെ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? इस कविता में मौलिक होने के साथ साथ കവിതയുടെ തനിമ എന്നതോടൊപ്പം തന്നെ साथ साथ അതിൻ്റെ കൂടെ തന്നെ वे काव्य शिल्प सिद्ध कवि के रूप में इस कविता एक शिल्प की आकृति में क्या है? एक ശില്പ് എന്ന് പറഞ്ഞാൽ മൂർത്തി, ഒരു പ്രതിമ എന്നാണ് അല്ലേ? അതിൻ്റെ ഒരു ഷേപ്പ്, അതിനൊരു ഭംഗി തയ്യാറാക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാറുണ്ട്? ശില്പികളായ ആളുകൾ, അത് ശില്പം നിർമ്മിക്കുന്ന ശില്പികൾ ശ്രദ്ധിക്കാറുണ്ട്। इस कविता की विशेषता है इस कविता एक मौलिक विषय पर आधारित है। കവിതയുടെ തനിമ, വിഷയത്തിൻ്റെ തനിമ കൊണ്ടുവരാൻ കഴിയുന്നതോടൊപ്പം തന്നെ കവിതാ की शिल्प भंगी भी हमें दिखाई पड़ती है। കവിതയുടെ ശില്പഭംഗി കൂടി നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയുന്നു। ഒന്നാമത്തെ പാരാഗ്രാഫിലൂടെ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്?
ഒന്ന് ആദ്യം കവിയെക്കുറിച്ച് വ്യക്തമാക്കുകയാണ്. വിനോദ് കുമാർ ശുക്ലയുടെ കവിതയുടെ സാധാരണ പ്രത്യേകതകൾ എന്താണ്? ഒന്ന്, കവിത മൗലികത ഹോത്തി ഹെ ലേക്കിൻ ഓ ഭാഷ അൻഘടത ഹോത്തി ഹെ. എന്നാലോ കവിതയുടെ ഭാഷ എപ്പോഴും അൻഘടതമായിരിക്കും, ക്രമമില്ലാത്തതായിരിക്കും. എന്നാൽ ഈ കവിതയുടെ പ്രത്യേകതകൾ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയുടെ പ്രത്യേകതയായിട്ട് കവി എന്തൊക്കെയാണ് പറയുന്നത്? യഹാ കവിതാമേ മൗലികത കെ സാത്ത് സാത്ത് തനിമയോടൊപ്പം തന്നെ ഭാഷാ കി ഘടന ബി സഹി രൂപ് സെ ദിഖായി പड़ती है. ഭാഷയുടെ ഘടനയും ശരിയായ രൂപത്തിലായിട്ട് കാണപ്പെടുന്നു. യാനി ये കവിത एक काव्य शिल्प सिद्ध कविता के रूप में दिखाई पड़ती है. ഈ കവിത ഒരു കാവ്യശില്പ കവിത എന്ന രൂപത്തിൽ, ഒരു കവിത മനോഹരമായ ഒരു ശില്പത്തെ പോലെ എന്ന രൂപത്തിൽ നമുക്ക് ഈ കവിതയിൽ, അദ്ദേഹത്തിന്റെ കവിതയിൽ ഈ കവിത നമുക്ക് എന്ത് ചെയ്യുന്നു? വിശേഷമായിട്ട് എടുത്ത് കാണപ്പെട്ടു പോയി കഴിഞ്ഞാൽ കവി പറയുന്നു, कविता के अर्थ इतने सहज और साफ है कि उनमें उन्हें व्याख्या की दरकार नहीं. कविता के अर्थ, കവിതയുടെ അർത്ഥം, കവിത के अर्थ കവിതയുടെ അർത്ഥം ഇത്തനെ സഹജ് ഓർ സാഫേ, ഇത്രമാത്രം സഹജമാണ്. എന്താ സഹജ് എന്ന വാക്കിൻ്റെ അർത്ഥം? സഹജ് സ്വാഭാവികം. സഹജ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്വാഭാവികം ഓർ സാഫ് വ്യക്തമായിട്ടുള്ളതുമാണ്. കവിതാക്ക് അർത്ഥ, കവിതയുടെ അർത്ഥം ഇത്തനെ സഹജ്, ഇത്രയും സഹജമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഓർ സാഫ് വ്യക്തമായിട്ടുള്ളതാണ്. കി എന്തുകൊണ്ടെന്നാൽ ഉനെ വ്യാഖ്യാ കി ദർഗാർ നഹി, അത്തരം ഒരു കവിതക്ക് വീണ്ടും ഒരു വ്യാഖ്യാനത്തിൻ്റെ, ഒരു വിശദീകരണത്തിൻ്റെ ദർഗാർ നഹി, ജറൂറത്ത് നഹി ഹെ. ദർഗാർ ഇസ് വാക്യക്ക് അർത്ഥ ഹെ ആവശ്യകത. എന്താ ദർഗാർ എന്ന് പറഞ്ഞാൽ? ആവശ്യകത, ആവശ്യം. നഹി ഹെ, ഇല്ല. അപ്പോൾ കവിതയുടെ അർത്ഥം വളരെ സഹജം, വളരെ സ്വാഭാവികമായിട്ടും വ്യക്തമായിട്ടും ഏത് വായനക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കവിതക്ക് വീണ്ടും ഒരു വ്യാഖ്യാക്കി, ഒരു വിശദീകരണത്തിൻ്റെ ദർഗാർ, ജറൂരി, ആവശ്യം നഹി ഹെ, ഇല്ല എന്ന് കവി പറയുന്നു. सरल शब्दों वाला वाक्य, इन्हीं कविता वाक्यों प्रत्येक कविता के वाक्य हमेशा सरल शब्द से बनी गई है. കവിതയുടെ വാക്യങ്ങൾ എപ്പോഴും എങ്ങനെ നിർമ്മിച്ചിട്ടുള്ളതാണ്? ലളിതമായ ശബ്ദങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്ന. सरल शब्द से बनाई गई കവിത, ലളിതമായ ശബ്ദങ്ങളാൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഈ കവിത സ്വയം, അത് സ്വയം തന്നെ ഉസ്കാ മർമ്മ, അതിൻ്റെ ആഴം, അതിൻ്റെ ഡെപ്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. കവിതയുടെ ഒരു കവിതയിലൂടെയും കവി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു അടിസ്ഥാന വിഷയം ഉണ്ടാവും. അത് വളരെ എളുപ്പത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കാൻ ഈ കവിതയ്ക്ക് കഴിയുന്നുണ്ട്. കാരണം എന്താണ്? കവിതാക്കെ വാക്യ സരൾ ഹോത്തേ ഹെ, കവിതയുടെ വാക്യം എന്താണ്? വളരെ ലളിതമാണ്. അപ്പോൾ സരൾ ശബ്ദം വാല ഈ കവിത, ലളിതമായ ശബ്ദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ കവിതയുടെ ഓരോ വരികളും ഉസ്കെ മർമ്മ, അതിൻ്റെ ഡെപ്തിലേക്ക്, അതിൻ്റെ ആഴത്തിലേക്ക് ഹമേ ഹസാനി സേ, വളരെ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കാൻ കഴിയുന്നു. കവി പറയുകയാണ്, വ്യക്തി കോ മൈം നഹി ജാൻതാ ഹദാശാ കോ ജാൻതാ. വ്യക്തി കോ മൈം നഹി ജാൻതാ, ഒരു വ്യക്തിയെ മൈം നഹി ജാൻതാ, എനിക്കറിയില്ല. അപ്പോൾ കവി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വളരെ പ്രയാസത്തോടു കൂടി ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. വളരെ പ്രയാസം അനുഭവപ്പെട്ട് എന്തോ ഒരു വിഷമത്തിൽ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ വ്യക്തിയെ കണ്ട ഉടനെ കവിയുടെ മനസ്സിലുണ്ടായ കാര്യമാണ് കവി പറയുന്നത്. എന്താണ് പറയുന്നത്? വ്യക്തി കോ മേ നഹി ജാൻതാ, വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി, മരത്തിൻ്റെ ചോട്ടിലായിട്ട് ശിഖരങ്ങളിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ മൈം നഹി ജാൻതാ, എനിക്കറിയില്ലായിരുന്നു. ലേക്കിൻ ഹുസ്കി ഹദാശാ കോ ജാൻതാത്, എന്നാൽ എന്താണ് അയാളുടെ ഹദാശ, അയാളുടെ മോഹഭംഗം, അയാളുടെ പ്രയാസം എന്താണ്? യതുമേ ജാൻതാത്, എനിക്കറിയാൻ വരുന്നു. ദൂരെ നിന്ന് എന്നെ ആ വ്യക്തിയെ കണ്ട ഉടനെ ഉസ് വ്യക്തി കോയി ഹദാശാമേഹേ, എന്തെങ്കിലും ഒരു പ്രയാസത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ലേക്കിൻ മെയ് നഹി ജാൻതാ, എനിക്കറിയാത്തതായിട്ടുള്ള കാര്യം എന്താണ്? എന്താണ് കവി പറയുന്നത്? ഉസ് വ്യക്തി കോൺ ഹെ, ആ വ്യക്തി ആരാണ്? ഉസ്കാ നാം ഓ കഹാസെ ആയ, അയാളുടെ പേരെന്താണ്, അയാൾ എവിടെ നിന്നാണ് വരുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ലായിരുന്നു. ഫിർ ബി, എന്നാലോ ഉസ് വ്യക്തി കോ ഹദാശ ജാൻതാദ, ആ വ്യക്തിയുടെ ഹദാശ തിരിച്ചറിയാൻ ആർക്ക് കഴിഞ്ഞിരുന്നു? കവിക്ക് കഴിയുമായിരുന്നു. യ കഹ്തേ ഹി, ഇങ്ങനെ പറയുന്നതിലൂടെ തന്നെ, ഇങ്ങനെ ഒരു വരിയിലൂടെ തന്നെ വേ ജാനനെ കി ഹമാരി ജാനി പഹചാനി റൂഢി കോ തോട് ദേത്തെ,
ഈ ഒരു വരികളിലൂടെ തന്നെ കവി എന്ത് ചെയ്യുന്നു? ജാനനേക്ക് ഹമാരി ജാനി പഹചാനി റൂഠി, ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ നാം ഉപയോഗിക്കുന്ന ഹമാരി ജാനി പഹചാനി, നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഒരു റൂഢി, ഒരു പാരമ്പര്യമുണ്ട്. വ്യക്തിയെ തിരിച്ചറിയണമെങ്കിൽ അല്ലെങ്കിൽ വ്യക്തി ആരാണെന്ന് വിശദീകരിക്കണമെങ്കിൽ നാം ഉപയോഗിക്കുന്ന ജാനി പഹചാനി റൂഢി വളരെ പരിചിതമായിട്ടുള്ള ജാനി പഹചാനി, വളരെ പരിചിതമായിട്ടുള്ള ഇസ് റൂഢിക്കോ, ഈ പാരമ്പര്യത്തെ കവി തോട് ദേത്തെ ഹെ, കവി ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. तो हम किस तरह व्यक्ति को पहचानते हैं? എങ്ങനെയാണ് നമ്മളൊരു വ്യക്തിയെ തിരിച്ചറിയുന്നത്? देखो, व्यक्ति की नाम, पते, उम्र, ओहद, जाति. किस तरह हम व्यक्ति को पहचानते हैं? എങ്ങനെയാണ് നമ്മളൊരു വ്യക്തിയെ തിരിച്ചറിയുന്നത്? വ്യക്തി की नाम, ഒന്നെന്താണ്? വ്യക്തിയുടെ നാം, വ്യക്തിയുടെ പേര് തിരിച്ചറിയുന്നു. ദൂസര ഉസ്കാ പതേ, അവന്റെ അഡ്രസ്, പത അഡ്രസ്. തീസര ഹോത്തി ഹെ ഉമ്ര, അടുത്ത എന്താണ്? ഏജ്, പ്രായം എന്താണ് നോക്കി തിരിച്ചറിയുന്നു. യാ ഓഹദേ, ഓഹദ പദവി, ഓഹദ കർത്ത് ഹെ പദവി. യാ ജാതി, അല്ലെങ്കിലോ അയാൾ ഏത് ജാതി, ഏത് സമുദായത്തിൽപ്പെട്ടതാണ്. യബ് സബ് ജാനനെ കോ ജോഡ്തി ഹെ, ഇതെല്ലാം അറിയുക എന്നതിലേക്ക് കൂടിച്ചേരുന്നതാണ് വ്യക്തി കോ പഹചാനനെ കി റൂഢി. നമ്മളെ പാരമ്പര്യത്തിൽ നമ്മളൊരു വ്യക്തിയെ തിരിച്ചറിയണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയുകയാണ് ചെയ്യുന്നത്. യാ तो उसका नाम पूछते हैं, ഒന്നുകിൽ അയാളുടെ പേര് ചോദിക്കുന്നു. യാ उसका पता, അഡ്രസ്, ഉംർ, അയാളുടെ പ്രായം ചോദിക്കുന്നു. ഓഹദ, പദവി, ടീച്ചറാണോ അല്ലെങ്കിൽ ഡോക്ടറാണോ, എന്ത് പദവിയിലാണ് ഇരിക്കുന്നത്. യാ ജാതി, അയാൾ ഏത് സമുദായത്തിൽപ്പെട്ട് ഏത് ജാതിയിൽപ്പെട്ടവനാണ് തോന്നുന്നു. ഇൻ സബ് ബാത്തോം പർ ജോർ ദേനെ വാലി, ഇവയിലെല്ലാം കൂടിച്ചേർക്കപ്പെടുന്ന ഒരു റൂഢി, ഒരു പാരമ്പര്യം നമുക്കുണ്ട്. तो हमारी जानी पहचानी रूढ़ी क्या है? എന്താണ് നമ്മുടെ ജാനി പഹചാനി, വളരെ സുപരിചിതമായിട്ടുള്ള നമ്മുടെ പാരമ്പര്യം? एक व्यक्ति को पहचानने का, വ്യക്തിയെ തിരിച്ചറിയാനുള്ള. വ്യക്തി की नाम, പേര്, പത, അഡ്രസ്, ഉമ്ര, പ്രായം, ഓഹദ, പദവി, जाति आदि को पहचानना जोड़ती है. എന്നിവ हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या संकट को, किसी व्यक्ति की हताशा, निराशा, असहायത या संकट को, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഏതെങ്കിലും കിസി ബി വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഹം നമ്മൾ, കിസി ബി വ്യക്തിക്ക, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹതാശ, അയാളുടെ മോഹഭംഗം, അയാളുടെ പ്രയാസം, അല്ലെങ്കിൽ ഉസ്കി നിരാശ, അയാളുടെ നിരാശ എന്താണ്, അയാളുടെ വിഷമം എന്താണ്. ഉസ്കി അസഹായത, അസഹായത, അയാളുടെ നിസ്സഹായ അവസ്ഥ, അസഹായത, നിസ്സഹായ അവസ്ഥ. പലതരത്തിലുള്ള വ്യക്തികളുണ്ടാവും അല്ലെ. ഏതെങ്കിലും ഒരു വിഷമത്തിൽപ്പെട്ട് നിൽക്കുന്ന, ഏതെങ്കിലും ഒരു നിരാശയിൽപ്പെട്ട് നിൽക്കുന്ന, ഏതെങ്കിലും ഒരു നിസ്സഹായ അവസ്ഥയിൽപ്പെട്ട് നിൽക്കുന്ന ഇസ് വ്യക്തിക്ക്, ആ വ്യക്തികളുടെ ഉസ്കെ സങ്കട്, അല്ലെങ്കിൽ അയാളുടെ പ്രയാസം, സങ്കട് കർത്തോത്തി ഹെ പ്രയാസം, ഉസ്കെ സങ്കട് കോ നഹി ജാൻത്തെ, അയാളുടെ പ്രയാസങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ, ഉസ്കെ സങ്കട്, അയാളുടെ പ്രയാസത്തെയോ നമ്മൾ നഹി ജാൻത്തെ, തിരിച്ചറിയുന്നില്ലെങ്കിൽ, ഹം കുച്ച് ബി നഹി ജാൻത, നമ്മൾ ഒന്നും തന്നെ തിരിച്ചറിയുന്നില്ല. കവി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എക്സ് വ്യക്തി കോ ദേഖ്കർ, ഒരു വ്യക്തിയെ കണ്ടിട്ട് ഉസ്കി ഹതാശ, നിരാശ, അസഹായത, യാ സങ്കട്, ഇത്തരം അവസ്ഥകളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, तो कवि पूछते हैं क्या हम उस व्यक्ति को सच्ची तरह से जानते हैं? നമ്മൾ ശരിയായ രീതിയിൽ ആ വ്യക്തിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? കവി കാ വിചാർ ഹെ ഹം ഉസേ പൂർണ്ണ രൂപ് സെ നഹി ജാന, നമ്മൾ കവി പറയുന്നു നമ്മൾ ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പോൾ കവിയുടെ അഭിപ്രായത്തിൽ വ്യക്തി കോ പഹചാനനെ കി ഹമാരി റൂഢി ക്യാ ഹോനാ ചാഹിയേ, എന്തായിരിക്കും കവിയുടെ അഭിപ്രായത്തിൽ വ്യക്തിയെ തിരിച്ചറിയാനുള്ള നമ്മുടെ റൂഢി, പാരമ്പര്യം എന്തായിരിക്കണം? ഹാ, വ്യക്തി की हताशा, निराशा, असहायത या संकट को पहचान, വ്യക്തിയുടെ ഹതാശയായിക്കൊള്ളട്ടെ, നിരാശയായിക്കൊള്ളട്ടെ, അസഹായത ആയിക്കൊള്ളട്ടെ, യാ സങ്കട്, ഈ ഘട്ടങ്ങളെ തിരിച്ചറിയുക എന്നതാണ് വ്യക്തി കോ പഹചാനനെ കി ഹമാരി സഹി റൂഢി, നമ്മുടെ യഥാർത്ഥ പാരമ്പര്യമാക്കേണ്ടത്. ലേക്കിൻ ഐസാ നഹീ ഹെ, അങ്ങനെയല്ല എന്നത് കവി സങ്കടത്തോടെ ഓർക്കുകയും ചെയ്യുന്നു. ചോദിക്കുകയാണ്, सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर, सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि हम उसे नहीं जानता? വളരെ ലളിതമായ ഒരു ചോദ്യത്തിലൂടെ കവി നമുക്ക് മുന്നിൽ ഒരു വിഷയത്തെ കൊണ്ടുവരിക. എന്താണ് കവി പറയുന്നത്? സടക്ക് പർ ഘായൽ പടേ, ക്യാ ഹെ സടക്ക്? സടക്ക് റോഡുകൾ.
സടക്ക് പർ ഘായൽ പടേ, റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന എക് അപരിചിത വ്യക്തി കോ ദേഖ്കർ, അപരിചിതനായ ഒരു വ്യക്തിയെ കണ്ടിട്ട്, സടക്ക് പർ ഘായൽ പടേ, റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന എക് അപരിചിത വ്യക്തി കോ ദേഖ്കർ, അപരിചിതനായ ഒരു വ്യക്തിയെ കണ്ടിട്ട് ക്യാ ഹം കഹ് സക്തേ ഹെ, നമുക്ക് പറയാൻ കഴിയുമോ? ഹം കഹ് സക്തേ ഹെ, നമുക്ക് പറയാൻ കഴിയുമോ? ഹം ഉസേ നഹി ജാൻത, നമ്മൾക്ക് അയാളെ അറിയില്ല എന്നത്. ഏക് വ്യക്തി കിസി സടക് ദുർഘടനാമേ പഡ്കർ, ഒരു വ്യക്തി ഏതെങ്കിലും ഒരു റോഡ് അപകടത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസത്തിലോ പെട്ടിട്ട് സടക്ക് മർ ഘായൽ പടേ ഹെ, റോഡിൽ മുറിവേറ്റ് നിൽക്കുന്നുണ്ട്. ഉസേ ദേഖ്കർ, അയാളെ കണ്ടിട്ട് ഹം കേസേ ബതാ സക്തേ ഹെ, നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ഹം ഉസേ നഹി ജാൻത. तो वास्तव में हमें जानना चाहिए, വാസ്തവത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഉസ്ക നിരാശ, അസഹായത, സങ്കടം എന്തായിരുന്നു? അയാളുടെ നിരാശയും അസഹായതയും സങ്കടമല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്. ലേക്കിൻ ഹം ഉസേ നഹി ജാൻത, നമുക്ക് അയാൾ അറിയില്ല. കാരണം എന്താണ്? ഉസ്ക നാം, പത, ഉംർ, ജാതി, ഓഹദ, യത്സ്തോ ഹമേ നഹി മാലൂം ഹെ, ഇതൊന്നും നമുക്ക് അറിയില്ലായിരിക്കാം. വാസ്തവമേ ഹമേ ക്യാ ജാൻനാ ചാഹിയേ, വാസ്തവത്തിൽ എന്താണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? ഉസ് വ്യക്തി മുസീബത്ത് മേ ഹെ, ആ വ്യക്തി പ്രയാസത്തിലാണ് എന്നല്ല തിരിച്ചറിയേണ്ടത്. കവി വീണ്ടും പറയാണ്, വാസ്തവമേ ഹം ജാൻതേ ഹെ, വാസ്തവത്തിൽ നമുക്കറിയാം, കി യഹ് വ്യക്തി മുസീബത്ത് മേ ഹെ, ഈ വ്യക്തി പ്രയാസത്തിലാണെന്ന്. വാസ്തവമേ ഹം ജാൻതേ ഹെ, വാസ്തവത്തിൽ നമുക്കറിയാം, ഈ വ്യക്തി മുസീബത്ത് മേ ഹെ, ഈ വ്യക്തി പ്രയാസത്തിലാണ്. और हमारी मदद की ज़रूरत है, അത്തരം വ്യക്തിക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. ഈ വ്യക്തി किसी मुसीबत में पड़े है, ഈ വ്യക്തി ഒരു പ്രയാസത്തിലാണെന്നും ഉസേ ഹമാരി മദദ് की ज़रूरत है, നമ്മുടെ ഹെൽപ്പ്, നമ്മുടെ സഹായം ആവശ്യമുണ്ട്. ये तो हम जानते हैं. ये कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. ഈ കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഘടകം എന്താണ്? മനുഷ്യക്കോ മനുഷ്യ की तरह जानने की याद दिलाती है, മനുഷ്യനെ മനുഷ്യനെ പോലെ തിരിച്ചറിയാൻ. മനുഷ്യക്കോ कैसा जानना चाहिए? മനുഷ്യക്കോ മനുഷ്യ की तरह जानने की याद दिलाती है, മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയാനുള്ള ഓർമ്മയാണ് ഈ കവിത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിൽ ഇത്രയും മതി. നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തായിരുന്നു? ഒന്ന്, വിനോദ് കുമാർ ശുക്ലയുടെ കവിതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്നാൽ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയിലെത്തിയപ്പോൾ അദ്ദേഹം ഏതെല്ലാം രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇനിയോ ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള നമ്മുടെ പാരമ്പര്യം എന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ തിരിച്ചറിയണമെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? അപ്പോൾ കിസി കി ഹതാശ, നിരാശ, അസഹായത കോ പഹചാനനെ കി ഉപദേശ് ഇസ് കവിത കി ദ്വാര കവി ഹമേ ദേത്തെ ഹെ. ഇതിൻ്റെ തുടർഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഈ ഭാഗം ഒന്നുകൂടി ശ്രദ്ധിച്ച് 2-3 പ്രാവശ്യം കേൾക്കുക, എന്നിട്ട് പാഠഭാഗം നന്നായിട്ട് വായിക്കുകയും ശ്രദ്ധിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.